കൈനറ്റിക് ഹോണ്ട. എന്തു പറ്റി? കേടായോ? എന്തെങ്കിലും ഹെൽപ്പ് വേണോ? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾക്ക് ഹെൽപ്പ് ഓഫർ ചെയ്യാൻ വേണ്ടി ഒഴിഞ്ഞിട്ട കുറെ ജീവിതങ്ങളുണ്ട്. രാവിലെ ഇറങ്ങിക്കോളും, വേറെ തൊഴിലൊന്നും ഇല്ലാത്ത പോലെ. കേട്ടോ മിസ്, പേരറിയില്ല, എന്തോ ആവട്ടെ. ഇപ്പഴീ പറഞ്ഞോണ്ടല്ലോ, അക്ഷരം പ്രതി ശരിയാണ്. 100% കറക്റ്റ്. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾക്ക് സഹായം ഓഫർ ചെയ്യാനും അതുവഴി ഒരു ലൈൻ ഇടാനും ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അത് കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾക്കാണ്. ആ വിശേഷണം നിങ്ങൾ അറിയിക്കുന്നില്ല. യു ആർ എ BA. വാട്ട്? ബിലോ ആവറേജ്. വെരി മച്ച് ബിലോ ആവറേജ്. ഞാൻ ബിലോ ആവറേജ് ആണെന്ന്. സ്റ്റുപ്പിഡ്. ബാലസാറേ, ബാലസാറേ, ഇതാ ഹോസ്പിറ്റലെത്തി. ശകാരിക്കാനാണ് ഭാവം. മുഖം കണ്ടാൽ അറിയാം. ശകാരിച്ചോളൂ. അത് കേൾക്കാനുള്ള സുഖം ഓർത്തിട്ടാണ് ഇങ്ങോട്ട് തന്നെ പോകുന്നത്. BP എത്രയുണ്ടെന്നറിയോ? ഹെൽത്തിന്റെ കണ്ടീഷനെ കുറിച്ച് വല്ല ബോധമുണ്ടോ? ഇത്തരം ഭാരിച്ച കാര്യങ്ങളൊന്നും എനിക്ക് അറിയണ്ടായ ലക്ഷ്മി. ഈ കണക്കിന് പോയാൽ ഏറെ എത്തില്ലെന്നല്ലേ അറിയാം. നോ കംപ്ലൈൻസ്, നോ റിഗ്രറ്റ്സ്. പാലേട്ട, എന്തിനിങ്ങനെ അറിഞ്ഞുകൊണ്ട് സ്വയം? ശകാരിച്ചോളൂ, പക്ഷെ ഉപദേശം മാത്രം വേണ്ട. ബാലേട്ട റെസ്റ്റ് എടുക്കൂ. ഉത്തരവ്. രാജലക്ഷ്മി, എന്താ ബാലേട്ട? ഒന്നുമില്ല, പൊയ്ക്കോളൂ. നാശം. പുതിയ ബ്ലോക്കിന്റെ പണി തീരാൻ ഒരു 6 മാസം എടുക്കും. എന്നിട്ട് വേണം ചിൽഡ്രൻസ് വാർഡ് ഒരു പ്രത്യേക ബ്ലോക്കാക്കി മാറ്റാൻ. യെസ്, കം ഇൻ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഉദ്ഘാടനം. എനിക്ക് ഈ വക ഫംഗ്ഷൻ ഒന്നും താല്പര്യമില്ലെന്ന് അറിഞ്ഞൂടെ? അഫ്കോഴ്സ്, വെൽക്കം. ശരി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. നിങ്ങൾ ചെറുപ്പക്കാർക്ക് ഇത് എന്തിന്റെ കുഴപ്പമാ? എന്താ ഡോക്ടർ? കമ്പനിന്ന് ബൈക്ക് തരുന്നെന്ന് കരുതി അതിന്റെ സൈലൻസർ ഇളക്കി വെച്ച് നാട് മുഴുവൻ ശബ്ദം ഉണ്ടാക്കി നടക്കണമെന്നുണ്ടോ? ഈ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറിന് അതെന്തൊരു ഡിസ്റ്റർബിംഗ് ആണെന്ന് അറിയാമോ? ഐ എം സോറി ഡോക്ടർ, സൈലൻസർ ഇളക്കി വെച്ചിട്ടല്ല. ബുള്ളറ്റ് വണ്ടിക്ക് മൊത്തത്തിലൊരു അല്പം സൗണ്ട് കൂടുതലാ. Then you better change the vehicle. ഈ ഹോസ്പിറ്റലിലേക്ക് ഇനിയും വരണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ. Of course doctor, I will consider it. Well doctor, I am from B&V Pharmaceuticals. ഈ ഏരിയയിലേക്ക് കഴിഞ്ഞ ആഴ്ച ട്രാൻസ്ഫർ ആയി വന്നതേ ഉള്ളൂ. And my name is B&V എന്നല്ലേ പറഞ്ഞേ? എങ്കിൽ കൂടുതലൊന്നും പറയണ്ട. നിങ്ങളുടെ കമ്പനിക്കെതിരായി ഞാൻ ഡ്രഗ് കൺട്രോൾ കഴിച്ച കംപ്ലയിൻസിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഫയലിൽ. 4 മാസത്തിന് മുമ്പ് ഒരു ഓർഡർ അങ്ങനെ തന്നെ റിജക്ട് ചെയ്തു. സബ്സ്റ്റാൻഡേർഡ് മെഡിസിൻസ്. അത് ഡോക്ടർ, പിന്നെ ആ പെർട്ടിക്കുലർ പീരീഡിൽ ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. ഇനി അങ്ങനെ ഒരു പരാതി ഉണ്ടാവില്ല. എന്നെ ഇപ്പൊ ഈ ഏരിയയിലേക്ക് അയച്ചിരിക്കുന്നത് തന്നെ കമ്പനിയെ കുറിച്ചുള്ള ഈ ബാഡ് ഇംപ്രഷൻ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ എന്റെ ഇംപ്രഷൻ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറയരുത് ഡോക്ടർ, ഒരബദ്ധം ആർക്കും പറ്റാം. പറ്റാം, ബട്ട് നോട്ട് ഇൻ ദിസ് ഫീൽഡ്. നിങ്ങൾ ഉണ്ടാക്കി മാർക്കറ്റിലേക്ക് അയക്കുന്നത് കളിക്കോപ്പുകളല്ല, മെഡിസിൻസ് ആണ്. മനുഷ്യന്റെ ജീവൻ കൊണ്ടാണ് കളിക്കുന്നത്. ഐ ഡോണ്ട് വാണ്ട് മൈ പേഷ്യൻസ് ടു സഫർ. അല്ല ഡോക്ടർ. നോക്കൂ മിസ്റ്റർ, മറ്റൊന്നും പറയാനില്ലല്ലോ. ഐ എം ലിറ്റിൽ ബിസി, പ്ലീസ്. ഇവിടെ കയറി വന്നാൽ ഇങ്ങനെ പെരുമാറുമെന്ന് ഇതിന് മുൻപ് അനുഭവമുള്ള എന്റെ കൊളീഗ്സ് പറഞ്ഞിരുന്നു. അവര് പറഞ്ഞ 100% ശരിയായി. പക്ഷെ ഡോക്ടർ, എന്നെ ഇവിടെ പോസ്റ്റ് ചെയ്തിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന് വന്നാൽ ഡോക്ടറിനെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. സോറി. ഡോക്ടറുടെ മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഡോക്ടർ ക്ഷമിക്കില്ലേ? എന്നെ ഒരു മകനെ പോലെ കരുതണം. കമ്പനിക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ ഡോക്ടറെ കാല് പിടിക്കാം. പ്ലീസ് ഡോക്ടർ. താങ്ക് ഗോഡ്, ഓർഡർ കിട്ടിയില്ലെങ്കിൽ കൂടെ വിരോധമില്ല. ഡോക്ടർ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. ഈ കമ്പനിയിലെ ജോലി നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരില്ല. ഈ നാക്കുള്ളത് കൊണ്ട് എവിടെ ചെന്നാലും നിന്ന് വഴക്കാം. താങ്ക് യു ഫോർ ദി കോംപ്ലിമെന്റ്. നൗ യു ക്യാൻ ഗോ.
അല്ല ഡോക്ടർ, ഞാൻ പറഞ്ഞു വന്നത് കമ്പനിയുടെ പ്രോഡക്ട്സ്. ദാ അതാണ് വാതില്. എന്താ ഈ രാത്രിയിൽ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് ഒരു ചന്ത നോക്കല്? വെറുതെ മുടി എങ്ങനെ ഇട്ടാലും എനക്കൊന്ന് നോക്കായിരുന്നു. മണി എത്രേ? ഉറക്കം വരുന്നില്ലേ? യെസ് ആന്റി. ഗുഡ് നൈറ്റ്. ആന്റി, ഒരു കാര്യം ചോദിച്ചാ നേരായിട്ട് പറയൂ. എന്താ കാര്യം? എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഒരു സൗന്ദര്യം ഇല്ലാണ്ട് ബിലോ ആവറേജ് അങ്ങനെയാണോ? ആരാ പറഞ്ഞ മണ്ടത്തരം? യു ആർ ബ്യൂട്ടിഫുൾ. താങ്ക്സ്. ഉറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഡിയർ ഫാദർ, വന്ന ഉടനെ എഴുതണമെന്ന് കരുതി. പിന്നെ തോന്നി പുതിയ സ്ഥലവും ഇവിടുത്തെ ജോലിയും എല്ലാം ഒന്ന് ഇണങ്ങി വന്നിട്ടാവാൻ വിസ്തരിച്ചെഴുത്തുന്നു. ആദ്യം കിട്ടുന്ന അവധിക്ക് ഞാൻ വരും. കുട്ടികളെ എന്റെ സ്നേഹാന്വേഷണങ്ങൾ അറിയിക്കണം. എല്ലാവരോടും നന്നായി പഠിക്കാൻ പറയണം. മിടുക്കന്മാർക്ക് രാജു ചേട്ടൻ വരുമ്പോ സമ്മാനങ്ങൾ കൊണ്ടുവരും. ആരാ? മനസ്സിലായില്ല. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓ, നിങ്ങളാണല്ലേ പുതിയ റൂംമേറ്റ്? നിങ്ങളാണല്ലോ ഇവിടെ നേരത്തെ ഉള്ള റൂംമേറ്റ്. ഐ എം അജയൻ. അജി എന്ന് വിളിക്കും. ഐ എം രാജു, B&B ഫാർമസ്യൂട്ടിക്കൽസ്. ഹലോ. ഞാൻ കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് സ്ഥലത്തില്ലായിരുന്നു. ഹെഡ് ഓഫീസിൽ നിന്നും തണ്ടപ്പുഴയുടെ എമർജൻസി മെസ്സേജ് വന്നു. ഉടനെ ചെല്ലാൻ. അടുത്ത് വിളിച്ചിരുത്തി മൂപ്പിൽ ഒരു ഗിരിപ്രഭാഷണം. ഈ കല്യാണം എന്ന് പറയുന്നത് നടക്കേണ്ട